ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് 4th ഫെബ്രുവരിയിലാണ്. ഇപ്പോൾ സെൻസെക്സ് ഞാൻ കാണുന്നത് 497 അപ്പിലാണ് കാണുന്നത്. അതുപോലെ നിഫ്റ്റി എന്ന് വെച്ചാൽ 138 ഹൈയിലാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 23,500 ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ഇന്നത്തെ വലിയൊരു മൂവേഴ്സ് ഞാൻ കാണുന്നത് ചെയ്തത് ഹിൻഡാൽകോ, ടാറ്റ മോട്ടോഴ്സ്, ONGC, ലാർസൻ ആൻഡ് ടൂബ്രോ, ഭാരത് ഇലക്ട്രോണിക്സ്, BPCLനെ കുറിച്ച് ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. BPCL നല്ല ബൈ ആയിരുന്നു. സോ ഇന്നിപ്പം BPCL കുറച്ചൊന്ന് ചെയ്തിട്ടുണ്ട്. ICICI ബാങ്ക് ഇതൊക്കെയാണ് മാർക്കറ്റിൽ മൂവ് ചെയ്തത്. ഓഫ് കോഴ്സ് ഇന്നലെ മാർക്കറ്റിലുണ്ടായ കറക്ഷനിലൊരു റിക്കവറി മാർക്കറ്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ റിലയൻസിൻ്റെ പറയുമെന്ന് വെച്ചാൽ റിലയൻസ് ഇപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് ചെയ്യുന്നത് 1265 റിലയൻസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് ഈസ് ഗുഡ്. ഇന്ന് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ഓപ്പൺ ചെയ്തു. പക്ഷേ ഇന്ന് എനിക്ക് പറയാനുള്ളത് രണ്ട് സ്റ്റോക്കുകളാണ്. ഒന്ന് ഏഷ്യൻ പെയിൻറ്റും ടൈറ്റാൻ്റെയും. ഈ രണ്ട് കമ്പനിയുടെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കമ്പനികളിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഏഷ്യൻ പെയിൻറ്റ് കൺസിസ്റ്റൻ്റ്ലി അവരെ റിസൾട്ട് മോശമെന്നാണ് പറയുന്നത്. സോ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഇന്നിപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന റിസൾട്ട് മോശമായി കഴിഞ്ഞാൽ സ്റ്റോക്ക് പിന്നെയും താഴോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ദി ഇമ്മീഡിയറ്റ് അനൗൺസ്മെൻറ്റ്. പക്ഷേ എനിക്കൊന്നത് ഓൾറെഡി പ്രൈസ്ഡ് എന്നാണ് തോന്നുന്നു. പക്ഷേ ഏഷ്യൻ പെയിൻറ്റ് ഈസ് നോട്ട് ഡൂയിങ് വെൽ. അത് ലോട്ട് ഓഫ് പ്ലേയേഴ്സ് ഇപ്പോൾ ബിർള ഇതുപോലത്തെ അതർ പ്ലേയേഴ്സ് ആർ ഓൾസോ ഇൻ ദ മാർക്കറ്റ്. ആൻഡ് ദ ഏഷ്യൻ പെയിൻറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ വളരെ ഹൈ ആണ്. നിങ്ങൾ ഏഷ്യൻ പെയിൻറ്റ് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന്. പക്ഷേ ഇഫ് യു ഗോ ആൻഡ് ബൈ ഏഷ്യൻ പെയിൻറ്റ് ദ പ്രൈസ് ഇസ് വെരി ഹൈ. അത് സാധാരണ ജനങ്ങൾക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഏഷ്യൻ പെയിൻറ്റ് പ്രൈസ്. അപ്പോൾ ഇവർ പറയുന്ന അതിൻ്റെ ഒരു പ്രൈസ് കട്ട് ഉണ്ടായിരിക്കും, വോളിയം കൂട്ടേണ്ടിയിട്ട് ഒരു പ്രൈസ് കട്ട് ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ വേറൊരു കാര്യം ഈ പെയിൻറ്റ് ഇൻഡസ്ട്രീനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ സം ഓഫ് ദ റിച്ച് പീപ്പിൾ ദേ ആർ മൂവിങ് ടു വാൾപേപ്പേഴ്സ്. സോ വാൾപേപ്പേഴ്സ് മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആയ വാൾപേപ്പേഴ്സ് ഉള്ള ആ സമയത്ത് ഈ പെയിൻറ്റ് അത് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അതും ഒരു കൺസേൺ മാർക്കറ്റിൽ പറയുന്നത് കേൾക്കുന്നത്. അത് ടൈറ്റാൻ്റെ റിസൾട്ട് കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ടൈറ്റാൻ്റെ യു കാൺ മേക്ക് മണി ഇൻ ഷോർട്ട് ടേം. ടൈറ്റാനിൽ യു ഹാവ് ടു ഹോൾഡ് ഇറ്റ് ഫോർ എ ലോങ് ടേം. ടൈറ്റാൻ ഓൾറെഡി റൺ അപ്പ് ഫോർ എ ലോങ് ടൈം. പിന്നെ അതുപോലെ പവർ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. പവർ ഗ്രിഡിൻ്റെ റിസൾട്ട് വളരെ മോശമാണ്. പക്ഷേ എന്നാലും പവർ ഗ്രിഡ് ഈസ് എ ഡിവിഡൻഡ് പേയിങ് കമ്പനി. അതൊരു 3.9% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സോ പവർ ഗ്രിഡ് ഇവർ പറയുന്നത് വെച്ചാൽ അവരെ പവർ കൺസപ്ഷൻ ഡിമാൻഡ് ഇപ്പോൾ ഇന്ത്യയിൽ വളരെ കുറഞ്ഞു വരുമെന്ന്. അത് കാണിക്കുന്നത് വെച്ചാൽ ഇന്ത്യൻ്റെ സ്ലോവർ എക്കണോമിക് ഗ്രോത്ത് ആണ്. ഇൻഡസ്ട്രിയിലൊന്നും പവർ ഇത്ര പഴയ പോലെ എത്ര അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല. പവറിൻ്റെ കൺസപ്ഷൻ കുറയാന്ന് പറയും. പക്ഷേ എനിവേ ഈ പവർ ഗ്രിഡും ടാറ്റ പവർ കമ്പനിയും ടോറൻറ്റും NTPCയും കമ്പയർ ചെയ്യുന്ന സമയത്ത് പവർ ഗ്രിഡും NTPCയും ചീപ്പർ വാല്യൂഷനായിട്ട് ഞാൻ കാണുന്നത്. എനിവേ താങ്ക് യു വെരി മച്ച്. പ്ലീസ്